ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ബിനോയ്. എല്ലാവർക്കും ബിനോയ്സ് തോട്ടിലേക്ക് സ്വാഗതം. ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ സാധ്യത ഉള്ള ഒരു സെക്ടർ, ഏറ്റവും കൂടുതൽ ഫണ്ട് അലോക്കേഷൻ ചെയ്യാനുള്ള സെക്ടർ, ഭാവിയിലേക്ക് നല്ല വളർച്ചാ സാധ്യത ഉള്ള ഒരു സെക്ടർ ആണ് ഷിപ്പിംഗ് സെക്ടർ എന്ന് പറയുന്നത്. സോ അതിലെ ഗവൺമെൻറ് കമ്പനി PSU കമ്പനിയായ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതിലേക്ക് കൂടുതൽ ഫണ്ട് ഭാവിയിൽ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ നമുക്ക് ബെറ്റ് വെക്കാൻ പറ്റിയൊരു സ്റ്റോക്കാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്റ്റോക്ക്. വളരെ റീസണബിൾ വാല്യുവേഷൻസാണ് സ്റ്റോക്ക് ഉള്ളത്. പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി, വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ഒരു സെവൻ ഷിപ്പിംഗ് കമ്പനി എടുക്കുകയാണെങ്കിൽ അതിൽ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന വലിയൊരു ഷിപ്പിംഗ് കമ്പനി ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യയോട് കൂടെ തന്നെ കടപിടിക്കുന്ന മറ്റൊരു കമ്പനിയാണ് ഷിപ്പിംഗ് എന്ന കമ്പനി, ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് കമ്പനി എന്ന്, പ്രൈവറ്റ് ഷിപ്പിംഗ് കമ്പനി. അതിനും വളരെ കൂടുതൽ സാധ്യത ഒരു കമ്പനിയാണ്. ചീപ്പ് വാല്യുവേഷൻസ് ആണ്. ഷിപ്പിംഗ് കോർപ്പറേഷൻ കമ്പയർ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ചീപ്പ് വാല്യുവേഷൻ ഷിപ്പിംഗ് ആയിരിക്കാം. ഇന്ന് ഞാൻ വീഡിയോയിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യയാണ് പറയുന്നത്. മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽസ് ആയിട്ട് ഷിപ്പിങ്ങിൻ്റെ വാല്യുവേഷൻസുകൾ പറയാം. ഷിപ്പിംഗ് ഒക്കെ ഒരു 15 കൊല്ലം മുന്നേയൊക്കെ വളരെ ചീപ്പ് റേറ്റ് കിടന്ന സ്റ്റോക്കായിരുന്നു. ഒരുപാട് കാലം കയറാണ്ട് കിടന്നൊരു സ്റ്റോക്കായിരുന്നു ഷിപ്പിംഗ് സ്റ്റോക്കൊക്കെ. ഇന്നിപ്പോൾ അത് 1500, 1600 റേഞ്ചിലേക്ക് പോയി. പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്ത ആൾക്കാർക്ക് മാത്രം നല്ല റിട്ടേൺ കിട്ടിയ സ്റ്റോക്കാണ് ഷിപ്പിംഗ് സ്റ്റോക്ക്. പക്ഷെ ഇന്ന് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യനെ പറ്റിയാണ് ഞാൻ വീഡിയോ ഇടുന്നത്. സ്ട്രോങ് ഗവൺമെൻറ് സപ്പോർട്ടുള്ള സെക്ടർ ആയിരിക്കാം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യ. അതിനുള്ള പല ന്യൂസ് നമ്മൾ പല ഭാഗത്തു നിന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കാൻഡിഡേറ്റും കൂടിയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യ. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കാൻഡിഡേറ്റ് ആകുമ്പോൾ തന്നെ ഒരു നല്ലൊരു റേറ്റ് കിട്ടിയാൽ മാത്രമേ ഗവൺമെൻറ് അത് ഡിസ്ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴത്തെ റേറ്റ് 300 രൂപയിലൊന്നും കൊടുക്കാൻ സാധ്യതയില്ല. ഒരു 500 രൂപയിലെങ്കിലും പോയാൽ, അല്ലെങ്കിൽ 400-450 രൂപയിലെങ്കിലും പോയാൽ മാത്രമേ ഉള്ളൂ 500 ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ലെവലിൽ നമുക്ക് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം. ഒരു ബോണസോ ഡിവിഡൻഡ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ, ഡിവിഡൻഡ് സ്പ്ലിറ്റ് ഒക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. മോർ ഫണ്ട്സ് ഈ സെക്ടറിൽ അലോക്കേറ്റ് ചെയ്യാൻ ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യ എന്താണെന്ന് നോക്കാൻ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. നവരത്ന കമ്പനിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയാണ്. ഇന്ത്യയിലെ 1/3 ഷിപ്പിംഗ് ടണ്ണേജ് കൈകാര്യം ചെയ്യുന്ന കമ്പനിയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. ഇന്റർനാഷണൽ കണ്ടെയ്നേഴ്സ്, ലിക്വിഡ് ആൻഡ് ഡ്രൈ ബൾക്ക്, ഓഫ് ഷോർസ്, പാസഞ്ചർ, ഇതാണ് അതിൻ്റെ ബിസിനസ് മോഡൽ. 58 സ്വന്തം ഓൺഡ് വെസലുള്ള കമ്പനി കൂടെയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. അതിൻ്റെ ക്ലയൻസ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ എല്ലാ റെപ്യൂട്ടഡ് കമ്പനീസ് അതിൻ്റെ ക്ലയൻ്റാണ്. BPCL, HPCL, IOC, റിലയൻസ്, ONGC, ജിന്ദാൽ ഡ്രില്ലിംഗ്, പെട്രോനെറ്റ്, സെയിൽ, റിലയൻസ്, IOC, MRPL എല്ലാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്ലയൻസ് ആണ്. റീസെൻ്റ്ലി അവർ മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തിട്ടുണ്ട്. ഓയിൽ PSU സൈസ് ഹൈഡ്രോ കാർബൺ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്. അതുപോലത്തെ മറ്റൊരു മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കൺകർ ആയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അതിൻ്റെ വളർച്ചാ സാധ്യത കാണിക്കുന്നതാണ്. നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന കമ്പനിയാണ്. സൂപ്പർ 18% ഡിവിഡൻഡ് ഈൽഡുള്ള കമ്പനി കൂടെയാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. സോ ഓൾടുഗദർ നല്ല ഒരു കമ്പനി, ഭാവി വളർച്ചാ സാധ്യത സെക്ടർ. ഇതൊക്കെ പുറമെ നല്ല ഫണ്ട് അലോക്കേഷൻ വരാൻ സാധ്യതയുള്ള സെക്ടറും ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വരാനുള്ള സെക്ടറും കൂടാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന സ്റ്റോക്ക്. ഇനി അതിൻ്റെ വാല്യുവേഷൻസ് നോക്കാം. വാല്യുവേഷൻ നോക്കുകയാണെങ്കിൽ പ്രസന്റ് പ്രൈസ് 301 രൂപ 75 പൈസയാണ്. 10 രൂപ ഫേസ് വാല്യൂ ഉള്ള കമ്പനിയാണ്. അതിൻ്റെ ഇയർ ഹൈ 368ഉം ഇയർ ലോ 195 ആണ്. ഇപ്പം ടെക്നിക്കൽ നോക്കുകയാണെങ്കിലും കുറച്ചും കൂടെ ബ്രേക്ക്ഔട്ട് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. പക്ഷേ അതിൻ്റെ മെയിൻ റെസിസ്റ്റൻസ് 320 രൂപയെ കടക്കാണ്ട് അത് 4-5 പ്രാവശ്യം ബൗൺസ് വന്നിട്ടുണ്ട്. സോ അത് എന്ന് കടക്കുമെന്ന് പറയാൻ പറ്റില്ല. കടന്നു കഴിഞ്ഞാൽ നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ സാധ്യതകളുണ്ട്. നമുക്കൊരു 340, 360 അതിൻ്റെ ഇയർ ഹൈ കട്ട് ചെയ്ത് 400 വരെ ടാർഗറ്റ് റീസെൻ്റ്ലി ഒരു 4-5 months വെക്കുകയാണെങ്കിൽ കിട്ടാൻ സാധ്യത 20%, 30% കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. 14,056 അതിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, 14,056 crores. പി റേഷ്യോ ഇൻഡസ്ട്രി പിന്നെക്കാളും താഴെ തന്നെയാണ്. 11.712 ഇൻഡസ്ട്രി പി. ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യൻ്റെ പി 10.4 ഉള്ളൂ. ഡെപ്റ്റ് ഇക്വിറ്റി 0.29, ഡെപ്റ്റ് ഫ്രീ കമ്പനിയാണ്. 29 EPS ഉണ്ട്. ബുക്ക് വാല്യൂ 195 ഉണ്ട്. ഇൻട്രൻസിക് വാല്യൂ 342 ഉണ്ട്. സോ ഇൻട്രൻസിക് വാല്യൂനേക്കാൾ താഴെയാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. നല്ല റിസൾട്ട് മാർച്ചിൽ കൊടുത്തിട്ടുണ്ട്. സെയിൽസിലും നെറ്റ് പ്രോഫിറ്റിലും നെറ്റ് പ്രോഫിറ്റ് മാർജിനിലും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ ഇന്ത്യ കാണിച്ചത്. ലാസ്റ്റ് മാർച്ചിൽ 1325 സെയിൽസ് ഉള്ളത്,
1513 കോടി കൂടി. അതുപോലെ തന്നെ പ്രോഫിറ്റ് വെറും 172 ഉള്ളത് 413 crores ആയി കൂടി. നെറ്റ് പ്രോഫിറ്റ് മാർജിൻ ഇമ്പോർട്ടൻ്റ് ആണ്. 14.1 ഉള്ളത് 22.93 നെറ്റ് പ്രോഫിറ്റ് മാർജിനും കൂടിയിട്ടുണ്ട്. ഷെയർ ക്യാപിറ്റൽ 465 കോടികളും 8630 കോടി ഇക്വിറ്റി ഉണ്ട്, റിസർവ് ഉണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റി, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ് രണ്ടും 15 അടുത്തുണ്ട്, ഓക്കെയാണ്. പിന്നെ ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഗവൺമെൻറ് ഷെയർ ഹോൾഡിംഗ് 63.75 ആണ്. പ്രൊമോട്ടേഴ്സ് ഗവൺമെൻറ് ആണ്. FIS 7.13 ഉള്ളത് 8.98 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഏകദേശം 1.8% അവർ സ്റ്റേക്ക് മാർച്ച് ക്വാർട്ടറിൽ ഡിസംബർ കമ്പയറും കൂട്ടിയിട്ടുണ്ട്. അവർ കൺസിസ്റ്റൻസി ആയി കൂട്ടി വരുന്നുണ്ട് എന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. വെറും 4.68 ഉള്ളത് 4 ക്വാർട്ടർ മുന്നേ 4.68 ഉള്ളത് 6.13 കൂട്ടി, 6.43 ആയി കൂട്ടി, അവിടെ പിന്നെ 7.13 ആയി കൂടി, ഇപ്പോൾ അത് വീണ്ടും 8.98 ക്രോസ് ആയിട്ട് 98% ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. DISും അതുപോലെ തന്നെ 2.41 അത് 2.49 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. സോ ഡീസൻ്റ്ലി സ്ലോലി FISും DISും ഇത് അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക്. സോ 10 രൂപ ഫേസ് വാല്യുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനി 300 രൂപയിൽ അവൈലബിൾ ആണ്. സോ അത് ഇനിയിപ്പം വേണമെങ്കിൽ ഒരു 287-83 വേണമെങ്കിൽ ഇറങ്ങാമെന്ന് കാത്തിക്കുക, അല്ലെങ്കിൽ കുറച്ചിപ്പം വാങ്ങിയിട്ട് 287 വീണ്ടും വാങ്ങിയിട്ട് വെക്കാം. ഒരു 4 to 5 monthsനുള്ളിൽ ഒരു 363-400 ലെവലിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ പ്രസൻറ്റ് കണ്ടീഷൻസ് നോക്കി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും. സോ ഇന്നത്തെ വീഡിയോ ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ സേഫ് ബെറ്റാണ്, നല്ല ഡിവിഡൻഡ് കൊടുക്കുന്ന സ്റ്റോക്കാണ്. എനിക്ക് തോന്നുന്നു ഈ മാർച്ചിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടില്ല, അതും ഡിക്ലെയർ ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ടെക്നിക്കലി ബ്രേക്ക് ഔട്ടുള്ള സ്വിംഗ് ബേസിലേക്ക് എൻട്രി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാം. ടെക്നിക്കൽ ബ്രേക്ക് ഔട്ട് വരുന്ന ഫണ്ടമെൻ്റൽ സ്റ്റോക്ക് മാത്രമാണ് ആ വീഡിയോയിൽ പറയൽ. താല്പര്യമുള്ള ആൾക്കാർക്ക് എൻ്റെ വീഡിയോയിൽ താഴെയുള്ള ജോയിൻ ലിങ്കിൽ പോയിട്ട് എമറാൾ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. പിന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസസ് ചെയ്യലുണ്ട്. നിങ്ങൾക്കൊരു പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 to 5 years വരെ ഹോൾഡ് ചെയ്യാൻ തയ്യാറുള്ള ആൾക്കാരുണ്ടെങ്കിൽ നല്ല ഭാവിയിലേക്ക് വളരെ വളർച്ച സാധ്യതയുള്ള സ്റ്റോക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർട്ട്ഫോളിയോ ആയിരിക്കും. അതിന് താല്പര്യപ്പെടുന്ന ആൾക്കാർക്ക് എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് എന്നോട് സംസാരിക്കാം. സോ ആസ് യൂഷ്വൽ ഞാനൊരു SEBI രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല, അതുകൊണ്ട് സ്വന്തം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നിങ്ങൾ അഡ്വൈസർ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പുതുതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം വീഡിയോസ് ഫ്രണ്ട്സിന് റിലേറ്റീവ്സ് അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് ഫോർ ഓൾ യുവർ പേഷ്യൻ്റ് ലിസണിങ്. താങ്ക് യു.